നമസ്കാരം. ഞാൻ എത്തിയിരിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രോപ്പർട്ടിയാണ് എത്തിയിരിക്കുന്നത്. 9 സെന്റിലായിട്ട് 1650 സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. പുളിയറക്കോണം കാവിൻപുറമാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി എന്നതിലുപരി നമുക്ക് നല്ലൊരു ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് ആയിട്ടുള്ള നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. അതാണല്ലേ നല്ല ഒന്നാന്തരം വില്ല കമ്മ്യൂണിറ്റിക്കകത്തുള്ളത്. കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് ഏകദേശം ബാഡ്മിൻ്റൺ കോർട്ട്, അതുപോലെ തന്നെ ജിമ്മ്, എല്ലാ സൗകര്യത്തോടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി. നമുക്കതിൻ്റെ വിശേഷം കഴിയും. അകത്തേക്ക് കയറുമ്പോൾ നല്ല കാർ പാർക്കിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. നല്ല ഒന്നാന്തരം വില്ല കമ്മ്യൂണിറ്റി ഞാൻ ആദ്യമേ പറഞ്ഞു. 5 മീറ്ററോളം കാർ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. 24 ഹവേഴ്സ് സെക്യൂരിറ്റി സർവീസ് എല്ലാം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. നമുക്ക് കാണാം, ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ കാർ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാ കണ്ടില്ല, നല്ലൊരു ഹിൽ സ്റ്റേഷൻ, നല്ലൊരു ഹൈറ്റായ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഇതിലുള്ള എയർ സർക്കുലേഷനും അതുപോലെ തന്നെ കാറ്റും വെളിച്ചമൊക്കെ അനായാസേന കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഇത്രയും ഒരു പോർഷനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ കാർ പാർക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നിലവിൽ കൃഷിയും കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ താഴത്തെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് വാഴകളൊക്കെ വെച്ചിട്ടുണ്ട്. താഴത്തെ ഇതിൻ്റെ ആ സൈഡിലേക്ക് നമുക്ക് റോഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് റിട്ടേൺ വാൾസ് വന്നിട്ടാണ് നമുക്ക് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ചെയ്തേക്കുന്നത് കുറച്ചൊരു മണ്ണ് ഫില്ല് ചെയ്ത് കാർ പാർക്കിംഗ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തൊരു സെപ്പറേറ്റ് ഒരു വോളും കൂടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിലേക്കും കാർ പാർക്കിംഗ് ചെയ്യുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ കാർ പാർക്കിംഗിൻ്റെ സ്പേസിലൊന്നും യാതൊരുവിധ തടസ്സങ്ങളുമില്ല. സിറ്റിയിൽ നിന്ന് മാറി താമസിക്കാനും അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ക്വയറ്റായിട്ടുള്ള സ്ഥലത്തൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ട് ഇരുന്നാൽ പോലും നല്ലൊരു കാഴ്ച കാണാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വാതിലുകൾ കംപ്ലീറ്റ് തേക്കും തിരയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 1560 സ്ക്വയർ ഫീറ്റ് ആണ് ലാൻഡ് ഏരിയ വന്നിട്ട്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും, ടോട്ടൽ 3 ബെഡ്റൂമുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അകത്തേക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഇന്ത്യയിൽ ഡിസൈൻ കൊണ്ടും അല്ലെങ്കിൽ ബാത്റൂംസ് അങ്ങനെയൊക്കെയുള്ള കുറേ ഡിസൈൻ വർക്കുകൾ കൊണ്ട് ഈ വീടിനെ ഒരു വെറൈറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തതകൾ തോന്നിയിട്ടുള്ള വീടായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ വീട് എടുക്കാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ ഈ പുളിയറക്കോണം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ലിവിംഗ് സ്പേസിൽ നമുക്കൊരു എന്താ പറയുക, ഡൈനിങ് ടേബിൾ കിടക്കുന്നു വെച്ച് ടെൻഷൻ ഒന്നും വേണ്ട. ഡൈനിങ് സ്പേസ് വേണമെങ്കിൽ നമുക്ക് അവിടത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇതിപ്പം ജസ്റ്റ് ഇവിടെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വ്യത്യസ്തത തീർത്തിട്ടുള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. ഇപ്പോഴത്തെ സെറ്റിയുടേത് കണ്ടില്ല, സെറ്റി കൊടുത്തേക്കുന്നത് ഇതാ കണ്ടോ, ഇതാണ് ഇവിടുത്തെ സെറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡൈനിങ് ഒക്കെ നമ്മൾ ഒരുപാട് വലിയ ഡൈനിങ് ടേബിളാണ്. ഇതൊക്കെ ഒരു കുഞ്ഞൻ ഡൈനിങ് ടേബിൾ, വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേൺ, അതുപോലെ വെറൈറ്റി റെഡ്സിൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. ടി വി യൂണിറ്റ് എല്ലാം വളരെ മനോഹരമായ രീതിയിലേക്കുണ്ട്. നമുക്ക് ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്കിവിടെ ഒരു നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതിനകത്ത് നമുക്ക് വാട്ടർ ഫ്ലോ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത്. എന്തുകൊണ്ടും വളരെ മനോഹരവും കണ്ണിന് കുളിർമ തരുന്ന രീതിയിലേക്കൊക്കെ ഒരുപാട് ഡിസൈൻ പാറ്റേണോട് കൂടിയിട്ടുള്ള വീട് കൂടിയാണ് ഈ വീട്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ ഡൈനിങ് സ്പേസ് ആയിട്ടുള്ള ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നല്ല വളരെ മനോഹരമായ രീതിയിലേക്കുള്ള ഒരു വാഷ് സ്പേസിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലൊക്കെ ടൈൽ നല്ല വ്യത്യസ്തമായ ഒരുപാട് ടൈൽ പാറ്റേൺ, ലൈറ്റുകൾ അതുപോലെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു.
താഴത്തെ ഫ്ലോറിൽ ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് വന്നിട്ടുള്ളത്. കിച്ചണിലേക്ക് ഇവിടെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇതിന്റെ വിശേഷം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണിലെ സ്പേസിനും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇവിടെ ആള് താമസിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്കാണ്, വല്ലപ്പോഴുമാണ് ഇതിന്റെ ഓണർ ഇവിടെ വന്ന് താമസിച്ചു പോകുന്നത്. അപ്പൊ കിച്ചണിലേക്ക് നമ്മൾ വന്നിട്ട് ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ്. ഡൈനിങ് ഏരിയ നമുക്ക് ഈ സൈഡിൽ നിന്ന് ആംഗിൾ കൂടെ നമുക്ക് ക്യാമറ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല ഓപ്പൺ ടൈപ്പും കിച്ചണിലേക്കും ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് നമുക്കൊരു സ്പേസ്, ഈ സൈഡിലേക്ക് താഴേക്ക് ഇറങ്ങി പോകാനുള്ള ഈ ലാൻഡിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് കണ്ടില്ലേ, അവിടുത്തെ റേറ്റിൽ വന്ന് ഇവിടെ ചെറിയൊരു ചരിഞ്ഞ രീതിയിലേക്കാണ് ഇത് ലാൻഡിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഈ സൈഡിലേക്ക് ടാർ റോഡ് ഫ്രണ്ടേജ്, ബാക്ക് സൈഡിലും ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് കൃഷികൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ വാഴയൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഡിസൈൻ അല്ല, നോർമൽ ടൈപ്പ്, ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന തരത്തിലേക്കാണ് ഇതിന്റെ എല്ലാ ഡിസൈൻ പാറ്റേൺ എല്ലാം വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തത തോന്നുന്നത് വെച്ചാൽ ഇതിന്റെ ബാത്റൂമുകളാണ് കേട്ടോ. നമുക്ക് വേറെ എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കാണ് ഇതിന്റെ ബാത്റൂമിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നേരെ ബാത്റൂമിലേക്ക് കയറുന്നു. ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെയർ കേസിന്റെ അടിയിലായതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റെയർ കേസ് കംപ്ലീറ്റ് നമുക്ക് ഫ്ലോർ കംപ്ലീറ്റും ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലാക്കിൽ വേറെ ഡിസൈൻ പാറ്റേൺ ആയിട്ടുള്ള രീതിയിലേക്കാണ് ടൈലിന്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ മുകളിലത്തെ ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയ അല്ല, ഒരു മീഡിയം ടൈപ്പ് ഹോൾ ഏരിയ ആണ്. അവിടെ TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള പോർഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ബാൽക്കണി ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരം. നമുക്ക് ഇതിന്റെ ഏരിയയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന്റെ വിശ്ലേഷണം കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് താഴത്തെ ഫോണിനെക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമാവുകയും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ്, നല്ല വലിപ്പവുമുള്ള ബെഡ്റൂം സൈസുകളാണ് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫോണിൽ 2 ബെഡ്റൂമാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്, ഇന്ത്യൻ ഡിസൈനൊക്കെ വളരെ പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന രീതിയിലേക്ക് നല്ല പ്രീമിയം ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഡിസൈൻ വർക്കുകളും അല്ലെങ്കിൽ ഇതിന്റെ മെറ്റീരിയലും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെ കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ വളരെ മനോഹരമായ രീതിയിലേക്കുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ബാത്ത് ടബോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബാത്റൂമാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ബാത്റൂമിന്റെ ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് മനോഹരമായിട്ടുള്ള നാച്ചുറൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് ബാത്ത് ടബിൽ നമുക്ക് കുളിക്കാം എന്നല്ലെങ്കിൽ നമുക്ക് കിടക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള ബാത്റൂമുകൾ, ഇത്തരത്തിലുള്ളതൊന്നും ട്രിവാൻഡ്രത്ത് ഞാൻ വേറൊരിടത്തും അധികം കണ്ടിട്ടില്ല. പല സ്ഥലങ്ങളിലുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ്. ഇന്ത്യൻ ഡിസൈൻ എല്ലാം തന്നെ വളരെ മനോഹരമായ രീതിയിലേക്കും വളരെ പ്രീമിയം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വേറൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ ഇരിക്കാനുള്ള സ്പേസും വളരെ മനോഹരമായ രീതിയിൽ നല്ല അടുക്കും ചുറ്റോട് തന്നെ മാറ്റി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ ജനാല ഡോർ തുറന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റിൽ നിന്നുള്ള നല്ല നാച്ചുറൽ കാറ്റും കയറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല കാഴ്ചകളും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ആയാലും വളരെ മനോഹരമായ രീതിയിലേക്കും വളരെ സ്പേസ് ആയിട്ടുള്ള രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ കമ്പനി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോളിൽ നിന്ന് നമുക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള രീതിയിലേക്ക് ഈ സൈഡിലേക്ക് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റും. അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാൽ എടുത്തെടുത്ത് പറയുന്നതൊന്നുമില്ല. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിൽ വ്യൂ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് എന്നുള്ളത് ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തോ ഒക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീടുകൾ, വ്യത്യസ്തമായ ഈ ബാത്റൂം ആയാലും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യൻ ഡിസൈൻ ആയാലും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ, കുഞ്ഞം വീടുകൾ അല്ലെങ്കിൽ 1 സെന്റിൽ വയ്ക്കുന്ന വീടുകൾ, അത്തരത്തിലുള്ള വെറൈറ്റി പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴേക്കാന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നമ്മൾ വന്ന് തീർച്ചയായും അതിനകത്തൊരു ഹോം ടൂർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ തീർച്ചയായും അതൊരു ആഡായിട്ട് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 9 സെന്റാണ് പുളിയറക്കോണം കാവിൻപുറം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 250 മീറ്റർ ഇതിലേക്ക് വരാനുള്ള ഗേറ്റ് കമ്മ്യൂണിറ്റിയാണ്. 1560 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 98 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.